ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോ ക്യൂ സ്വിച്ച് ലേസറിനെ കുറിച്ചിട്ടാണ്, പ്ലസ് ഇത് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും. ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, ദിസ് ഈസ് സുമി. വെൽക്കം ടു മൈ ചാനൽ ഓറ ബൈ സുമി. എന്താണ് ക്യൂ സ്വിച്ച് ലേസർ? നമ്മളിൽ പലരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. എന്നാലും ചിലർക്കെങ്കിലും ലേസർ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടാകും. അയ്യോ, ലേസറോ? ഇതൊക്കെ ശരിക്കും നല്ലതാണോ? ഇതൊക്കെ ശരീരത്തിന് കേടല്ലേ? പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? ഇതിനൊക്കെ നല്ല ക്യാഷ് ആകില്ലേ? ഇതൊക്കെയായിരിക്കും മിക്കവരുടെയും ചിന്ത. പക്ഷേ ഇത് ശരിക്കും ഇങ്ങനൊന്നുമല്ല. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇതൊരു അഡ്വാൻസ്ഡ് ലേസർ ടെക്നോളജിയാണ് ആൻഡ് എക്സ്ട്രീംലി സേഫും. നമ്മുടെ സ്കിന്നിൽ പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് മെലാനിൻ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ക്യൂ സ്വിച്ച് ലേസർ ഷോർട്ട് ഹൈ എനർജി ലേസർ പൾസിനെ മെലാനിന് കൊടുക്കും. എന്തിനാ? ഈ മെലാനിനെ കുഞ്ഞായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഒരു ലൈറ്റ് സ്പാർക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുക. പിന്നെ ബാക്കി കാര്യം നമ്മുടെ കൊളാജൻ നോക്കിക്കോളും. അതൊരു നാച്ചുറൽ പ്രോസസ് ആണല്ലോ. ഇത് ശരിക്കും ഒരു ഷോർട്ട് പ്രോസസ്സാണ്. ഫസ്റ്റ് നമ്മുടെ ഫേസ് ക്ലീൻ ആക്കി ഒരു നമ്പിങ് ക്രീം അപ്ലൈ ചെയ്യും. ആഫ്റ്റർ ഒരു 20 minutes പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. നമ്പിങ് ക്രീം തേച്ചതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻ ഒന്നും ഉണ്ടാകില്ല. പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡോക്ടറിനെ കണ്ടു വേണം ചെയ്യാൻ കേട്ടോ. പ്രൊസീജിയർ ഒരു 10 minutes ഒക്കെ കാണുള്ളൂ. ഇത് കഴിയുമ്പം നമ്മുടെ ഫേസ് പിമ്പിൾസ് ഒക്കെ വന്നിട്ട് നമ്മൾ പോപ്പ് ചെയ്യുമല്ലോ, അങ്ങനെയുള്ള മാർക്സ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. ഡോക്ടർ നമുക്ക് കുറച്ച് ഓയിൽമെൻറ്റ്സ് ഒക്കെ തരും. പിന്നെ സൺക്രീം മസ്റ്റാണ്. 5 to 7 days നമ്മുടെ സ്കിന്ന് മാർക്സ് എല്ലാം പോയി ക്ലിയർ ആകും. ബട്ട് ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻറ്റൻസിറ്റി ഓഫ് പിഗ്മെൻറ്റേഷൻ ആണ്. ചിലർക്ക് 3 to 5 സെക്ഷൻസ് വേണ്ടി വരും പെർഫെക്റ്റ്ലി ക്ലിയർ സ്കിൻ ആകാൻ വേണ്ടിയിട്ട്. ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറയാം. എല്ലാവരെയും പോലെ കുറേ ക്രീമും ഫേസ് പാക്കും ഒക്കെ പരീക്ഷിച്ചിട്ടാണ് ഞാനും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ഞാനൊരു സ്കിൻ ക്ലിനിക്കിൽ ചെന്നിട്ട് ഡോക്ടറിനെ കണ്ട് കാര്യം പറഞ്ഞു. അപ്പോഴാണ് ഈ ഡാർക്ക് സ്പോട്ട്സ് എന്ന് പറയുമ്പം ആക്നെ വന്ന മാർക്സിനെ കുറിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡാർക്ക് സ്പോട്ട്സ്, ഫ്രിക്കിൾസ്, പിഗ്മെൻറ്റേഷൻ ഒക്കെ ഈ പുറമേ പുരട്ടുന്ന ക്രീം കൊണ്ടും പാക്ക് കൊണ്ടും ഒന്നും പോകില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സംഭവം സത്യമാണ്. കാരണം ഈ ഫ്രിക്കിൾസും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ എൻ്റെ കൂടെ കൂടിയിട്ട് 10-15 വർഷമായി. ഇതുവരെ കൂടിയതല്ലാതെ കുറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. എസ്പെഷ്യലി കുറച്ച് ഫെയർ സ്കിൻ ആയിട്ടുള്ളവർക്ക് ഇത് നല്ലോണം സ്പ്രെഡ് ആകും, പ്രത്യേകിച്ച് സൺക്രീം ഒന്നും റെഗുലറായിട്ട് യൂസ് ചെയ്യാത്തവരിൽ. അത് മാത്രമല്ല, ഈ ഫ്രിക്കിൾസിനൊരു പ്രത്യേകതയുണ്ട്. ഡാർക്ക് സ്പോട്ട്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ ഫ്രിക്കിൾസ് ഒരിക്കലും നമുക്ക് ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല. വൺസ് നമ്മളത് ട്രീറ്റ് ചെയ്ത് മാറ്റിയാലും പിന്നെയും നമ്മൾ സൺലൈറ്റിലൊക്കെ എക്സ്പോസ്ഡ് ആകുമ്പോൾ അത് വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഞാൻ ഫസ്റ്റ് സെക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. പിമ്പിൾസ് ഒക്കെ വന്നിട്ട് പോപ്പ് ചെയ്യില്ലേ, അങ്ങനത്തെ മുറിഞ്ഞ പാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് 3 days സൺലൈറ്റോ ഡയറക്റ്റ് ഹീറ്റോ ഒന്നും മുഖത്ത് തട്ടരുത് എന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സൺക്രീം മസ്റ്റാണ്. ഒരു 4-5 days ആയപ്പോഴേക്കും എൻ്റെ ഫേസിൽ ആ പ്രൊസീജിയർ ചെയ്തതിൻ്റെ മാർക്സ് എല്ലാം കംപ്ലീറ്റ്ലി പോയിരുന്നു. എൻ്റെ ഡാർക്ക് സ്പോട്ട്സ്, ഫ്രിക്കിൾസ് എല്ലാം 60% പോയിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ 1 month ഞാൻ നെക്സ്റ്റ് സെക്ഷൻ ചെയ്തു. ഇത് മന്ത്ലി വൺസ് ആണ് കേട്ടോ ചെയ്യുന്നത്. ആഫ്റ്റർ സെക്കൻഡ് സെക്ഷൻ 95% മാർക്സും പോയി, ഫേസ് ക്ലിയർ ആയി. ഞാൻ ടോട്ടലി 2 സെക്ഷൻ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനിത് ചെയ്തിട്ട് 4 months കഴിഞ്ഞു. ഇതുവരെ പോയിട്ടുള്ള മാർക്സ് ഒന്നും തിരിച്ചു വന്നിട്ടില്ല കേട്ടോ. ഇത് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും വന്നിട്ടില്ല. ഇനി ഇതിൻ്റെ കോസ്റ്റ്, അത് ഡിപ്പെൻസ് ആണ്. ഓരോ ക്ലിനിക്കും അവിടുത്തെ ഡോക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് കോസ്റ്റിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകും. ആൻഡ് ഓൾസോ നമ്മുടെ ഫേസിൽ എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ടതിനെ ഡിപ്പെൻഡ് ചെയ്തും കൂടി ഇരിക്കും. ഒരു ഫുൾ ഫേസ് ചെയ്യുന്ന ഒരാൾക്കുള്ള കോസ്റ്റ് ആയിരിക്കില്ല കുറച്ച് പ്രശ്നം മാത്രമുള്ളവർക്ക് വേണ്ടി വരുന്നത്. എനിക്ക് പെർ സെക്ഷൻ 3000 ആയിരുന്നു കോസ്റ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ക്യൂ സ്വിച്ച് ലേസർ എക്സ്പീരിയൻസ്. ഇത് എനിക്ക് മൊത്തത്തിൽ സൂപ്പറായിട്ടാണ് തോന്നിയത് കേട്ടോ. ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടൊക്കെ പോലെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓൾസോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്സ് ചെയ്യുക. ബൈ.